ഹലോ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിശദീകരിക്കാൻ പോണത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അടുത്ത് എന്തെങ്കിലും പ്രൊഡക്റ്റോ സർവീസോ വിൽക്കാനുണ്ട്, അതല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്ര പേർക്ക് ഇത് വിൽക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പലരും മറക്കുന്ന ഒരു ഭാഗവും അത് തന്നെയാണ്. കാരണം അതൊരു സൈഡിലായിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാത്തിൻ്റെയും പുറകെ സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. മാർക്കറ്റിങ്ങിനെ കംപ്ലീറ്റ് ആയിട്ട് ഇഗ്നോർ ചെയ്യും. നമ്മളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ്, സർവീസ്, അത് എന്തും ആയിക്കോട്ടെ, എന്തു തന്നെ ആയിക്കോട്ടെ, ഡിജിറ്റൽ പ്രൊഡക്റ്റ് ആവട്ടെ, ഫിസിക്കൽ പ്രൊഡക്റ്റ് ആവട്ടെ, സർവീസ് ആവട്ടെ, എന്തും ആയിക്കോട്ടെ, ഇത് എത്ര എണ്ണം നമുക്ക് വിൽക്കാൻ സാധിക്കും, ഇതിനനുസരിച്ചാണ് നമ്മളുടെ ഇൻകം, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ഇൻകം ഇരിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്കറ്റിങ്ങും സെയിലുമാണ് ബിസിനസ്സിൽ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ രണ്ട് സംഗതികൾ. അത് തുടക്കത്തിലുള്ളൊരു ബിസിനസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാർക്കറ്റിംഗ് ആണ്. കാരണം അതിലൂടെ മാത്രമാണ് പുതിയ കസ്റ്റമറെ അട്രാക്റ്റ് ചെയ്യാനും സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കാരണം തുടക്കം നമ്മളുടെ ബിസിനസ്സിന് ക്യാഷ് ഫ്ലോ ഇല്ലെങ്കിൽ, വരുമാനം ഇല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 മാസം കഴിയുമ്പോൾ തുടക്കത്തിലുണ്ടായ മോട്ടിവേഷൻ നമുക്ക് ചോർന്നു പോകും. അതുമാത്രമല്ല, നിങ്ങൾ ഫണ്ട് എക്സ്ട്രാ ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കേണ്ടതായിട്ട് വരും. കടമായിട്ടും മറ്റു രീതിയിലൊക്കെ ആയിട്ട് ഫണ്ട് ജനറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇത് സംഭവിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിങ്ങിൽ ഫോക്കസ് കൊടുക്കാത്തതുകൊണ്ടാണ്. ഇപ്പോൾ പലരും വലിയ കൺസേൺ ആയിട്ട് പറയുന്ന സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വന്തം മേക്ക് ചെയ്യണോ, തമിഴ്നാട് പോയി എടുക്കണോ, ഡൽഹിയിൽ പോയി എടുക്കണോ, ചൈനയിലെ കാൻഡൻ ഫെയർ അവിടെ പോയി പ്രൊഡക്റ്റുകൾ എടുക്കണോ. നിങ്ങൾ എവിടെ നിന്ന് സാധനം എടുത്താലും ഇത് വിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ, ഒരു ദിവസം ഇത്ര എണ്ണം വിൽക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ, എന്ത് സാധനമാണെങ്കിലും അത് എടുത്ത പോലെ തന്നെ അവിടെ ഇരിക്കുള്ളൂ. മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് നിങ്ങൾ ശ്രമിക്കണം. അവിടെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല, നമ്മുടെ അടുത്തേക്ക് എൻക്വയറി ചെയ്ത് വരുന്ന കസ്റ്റമറെ ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കണം. വെറുതെ ഒരാളെ എൻക്വയറി ചെയ്തു, നിങ്ങളുടെ അടുത്ത് പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ചോദിച്ചു, വില ചോദിച്ചു, പിന്നെ അവരങ്ങ് ഡിസപ്പിയറായി, പിന്നെ അവരെ കാണുന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാലും ബിസിനസ് റണ്ണാവില്ല. അപ്പോൾ മാർക്കറ്റിങ്ങിൻ്റെ സൈഡ് ഏറെക്കുറെ ഓക്കെയാണ്, അവയർനെസ്സൊക്കെ കറക്റ്റാണ്, അതുകൊണ്ടാണ് എൻക്വയറി കിട്ടുന്നത്. സെയിൽ പലപ്പോഴും കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇപ്പം ഞാൻ തന്നെ എൻ്റെ പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി പല സർവീസുകളെയും കോൺടാക്ട് ചെയ്യാൻ നേരത്ത് രണ്ടാമത് അവർ നമ്മളിങ്ങോട്ട് കോൺടാക്ട് ചെയ്യില്ല. ഞാൻ ആലോചിക്കും, എന്താണ് ഇത്രയും ചെറിയൊരു ഫേമായിട്ട് പോലും ആ കറക്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഞാൻ അവരുടെ ആ സർവീസ് എടുത്തേനെ. നമ്മളെന്തെങ്കിലുമൊക്കെ തിരക്കുകൊണ്ട് അത് മറന്നുപോയതായിരിക്കും. നമ്മൾ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തില്ലെങ്കിൽ അവർ പിന്നെ ഇങ്ങോട്ട് കോൺടാക്റ്റേ ചെയ്യില്ല. അങ്ങനെ അതിങ്ങനെ ഡിസ്പെയർ ആയിട്ട് ഇങ്ങനെ പോകും. വീണ്ടും നമുക്കൊരു 1-2 മാസമൊക്കെ കഴിഞ്ഞ് അതിൻ്റെയൊക്കെ ആവശ്യം വരുമ്പോഴാണ്, വാട്സപ്പിൽ ഇങ്ങനെ ഒരു എൻക്വയറി ഞാൻ മുമ്പ് നടത്തിയായിരുന്നല്ലോ, അത് താഴേക്ക് നോക്കാൻ നേരത്ത് പിന്നെ അത് കാണുന്നുണ്ടാവില്ല, ഞാൻ അടുത്ത സർവീസ് ഏതെങ്കിലും പ്രിഫർ ചെയ്യും. ഇതാണ് കോമൺ ആയിട്ടുള്ള അധിക സംരംഭകരും ഫേസ് ചെയ്യണ ഒരു പ്രോബ്ലം. അതായത് അവർക്ക് എൻക്വയറി പലപ്പോഴായിട്ട് കിട്ടുന്നുണ്ട്, പക്ഷേ സെയിൽ നടക്കണില്ല. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ക്ലോസിംഗ് ടെക്നിക്കുകൾ പറഞ്ഞുതരാം, നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിന് ഉപകാരപ്പെടുന്നത്. ഒന്നാമതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്ലോസിംഗ് ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ അവൈലബിലിറ്റി കുറയ്ക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഓഫറിൻ്റെ അവൈലബിലിറ്റി, അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര ടൈം പീരീഡിലേക്കേ ഉള്ളൂ, ലിമിറ്റഡ് ആണെന്ന് നമ്മളുടെ കസ്റ്റമറെ അറിയിക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഓഫർ ഇങ്ങനെ നീണ്ടു പരന്ന് ഇങ്ങനെ കിടക്കും, അതിൻ്റെ ഒരു എൻഡില്ലാത്ത രീതിയിൽ ഇങ്ങനെ കിടക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് അർജൻസി ഉണ്ടാവില്ല, ഒരു തിടുക്കം ഉണ്ടാവില്ല. തിടുക്കത്തിൽ എങ്ങനെയെങ്കിലും കസ്റ്റമറെ കൊണ്ട് എടുപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ അർജൻസി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിന് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊരു പ്രൊഡക്റ്റോ സർവീസോ പ്രൊവൈഡ് ചെയ്യണമെങ്കിൽ കസ്റ്റമറുടെ അടുത്ത് പറയുക, ഇത്ര % ഡിസ്കൗണ്ട് ഉണ്ട്, പക്ഷേ ഈ ഡിസ്കൗണ്ട് ഇന്ന് തന്നെ വാങ്ങുന്നവർക്ക് മാത്രമാണുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ഓഫർ 24 അവർ ആ ടൈം പീരീഡിൻ്റെ ഉള്ളിൽ തന്നെ അത് ക്ലോസ് ആവും, ആ ഓഫർ എൻഡ് ആവും. അപ്പോൾ ഓഫർ എൻഡ് ആകുന്നതിന് മുമ്പേ തന്നെ വാങ്ങാനുള്ളൊരു തിടുക്കം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിലുണ്ടാവും. ഇത് പറയുമ്പോൾ ചില സംരംഭകരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കസ്റ്റമർക്ക് മനസ്സിലാവൂലേ, കാരണം നമ്മളത് ഓഫർ വേണമെങ്കിൽ നമുക്ക് നാളെയും കൊടുത്തുകൂടെ 10%. അത് ശരിയാണ്, കുറച്ചെങ്കിലും കസ്റ്റമേഴ്സിന് അത് അങ്ങനെ ഫീൽ ചെയ്യും. പക്ഷേ ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സും ഈ ഒരു അർജൻസി ടാക്റ്റിക്കിൽ വീഴും. ഈ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് ബഹുഭൂരിപക്ഷം കസ്റ്റമേഴ്സിൻ്റെ മനസ്സിലും ഒരു അർജൻസി ഉണ്ടാവും, പെട്ടെന്ന് തന്നെ വാങ്ങാനുള്ള ഇതുണ്ടാവും. നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഒരു ചെറിയ വിഭാഗം കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഫീൽ ചെയ്തേക്കാം, ഇത് ഇവരുടെ നമ്മളെ കൊണ്ട് പെട്ടെന്ന് എടുപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമാണ്. ശരിയാണ്, അതൊരു ചെറിയ വിഭാഗത്തിന് ഫീൽ ചെയ്യും. പക്ഷേ
പ്രത്യേകിച്ച് B2B ആണെങ്കിൽ. കാരണം വേറൊരു ബിസിനസ്സിനാണ് നിങ്ങൾ സെല്ല് ചെയ്യണമെങ്കിൽ ആ ബിസിനസ്സും ഇതേ ടെക്നിക്ക് ഉപയോഗിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അത് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷേ എന്നാൽ കൂടിയും ഭൂരിപക്ഷം ആളുകളും ആ ഒരു ടാക്റ്റിക്കിൽ വീഴും. ഓഫർ ഇന്നും കൂടിയേ ഉള്ളൂ, ഇന്നാണ് ഓഫറിൻ്റെ അവസാന ദിവസം, അല്ലെങ്കിൽ വരാനിരിക്കുന്ന 100 പേർക്ക് മാത്രമേ ഉള്ളൂ ഈ ഡിസ്കൗണ്ട്, ഓൾറെഡി 50 ഫില്ലായി, ഇനി ഒരു 50 കൂടി ഫില്ലാവാനുള്ളൂ, അപ്പോൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം, എത്രയും പെട്ടെന്ന് ഇത് വാങ്ങിക്കുക, എത്രയും പെട്ടെന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വെക്കുന്നത് അത് സെല്ല് ചെയ്യുക എന്നുള്ളതാണ്. ഒരു ചെറിയ വിഭാഗത്തിന് മനസ്സിലാകുമെന്ന് കരുതി ഈ ഒരു ടെക്നിക്ക് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ഈ സെയിലിൽ നമുക്ക് ആ ഒരു റെസിസ്റ്റൻസ് വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തടസ്സം, ഒരു ഒബ്സ്റ്റിക്കിൾ അവിടെ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധിക സമയം ട്രസ്റ്റിൻ്റെ പ്രശ്നമാണ്. വിശ്വാസമില്ല, അല്ലെങ്കിൽ കസ്റ്റമറുടെ മൈൻഡിൽ ഒരു പേടി, ഇത് വാങ്ങി ഇതിനെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോകോ, എൻ്റെ കാശ് ലോക്കായി അവിടെ കിടക്കോ, ഇങ്ങനത്തെ കുറേ പേടി കസ്റ്റമറുടെ മൈൻഡിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പേടീനെ എടുത്ത് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെയിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. അവിടെയാണ് നമ്മൾ ഗ്യാരണ്ടി കൊടുക്കേണ്ടത്. ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ്സിൽ? കസ്റ്റമറായിട്ടുള്ള നിങ്ങൾക്ക് യാതൊരു പ്രശ്നവുമില്ല, നിങ്ങളുടെ മണി ഇവിടെ സേഫാണ്, എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് സംരംഭകരായിട്ടുള്ള ഞങ്ങളുടെ മേലിലാണ് എന്ന് കസ്റ്റമറുടെ മൈൻഡിൽ ഫീൽ ചെയ്യിപ്പിക്കുന്നതിനാണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. പല രീതിയിൽ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം. ഒന്നാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് ഫുൾ മണി റീഫണ്ടാണ്, മണി ബാക്ക് ഗ്യാരണ്ടി നമുക്ക് കൊടുക്കാം. മണി കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ പാർഷ്യലിയോ എന്തെങ്കിലും ഇത്തിരി ഡിഡക്റ്റ് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ് റീപ്ലേസ്മെൻറ്റ്, ഓൺ സൈറ്റ് റിപ്പയർ, അങ്ങനെ പല രീതിയിൽ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഇത് ഞാൻ പെട്ടുപോകോ എന്നുള്ളൊരു ഫീലിംഗ് എടുത്ത് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽ അവിടെ ജനറേറ്റ് ആവും. കുറച്ച് പേരെങ്കിലും ഇവിടെ ചെറിയൊരു പ്രശ്നം വരാൻ സാധ്യതയുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ റീഫണ്ട് അതുപോലെ തന്നെ ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ റീപ്ലേസ്മെൻ്റ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് പേരെങ്കിലും അത് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയില്ല എന്നുള്ളതാണ്. ശരിയാണ്, ഏതൊരു സംഗതിയിലും ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ അവരെ പേടിച്ച് നമ്മളിത് ചെയ്യാതിരിക്കേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഗ്യാരണ്ടി കൊടുക്കുന്നത് കൊണ്ട് കൂടുതൽ ആളുകൾ നമ്മളിലേക്ക് അട്രാക്റ്റഡ് ആവുകയും നമ്മൾക്ക് ഒരുപാട് ഓർഡറുകൾ കിട്ടുകയും ചെയ്യും. അങ്ങനെ ആ ഓർഡർ കിട്ടാൻ നേരത്ത് ആ ഒരു ചെറിയൊരു പെർസെൻറ്റേജ് മിസ്യൂസ് ചെയ്ത് നമുക്ക് ചെറിയൊരു നഷ്ടം ഉണ്ടാക്കിയല്ലോ, ആ നഷ്ടം ഈ വന്ന എക്സ്ട്രാ ലാഭം ആ നഷ്ടത്തിനെ കവർ ചെയ്ത് പൊക്കോളൂ, അതിനെയും കവച്ച് വെച്ച് പൊക്കോളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ അൾട്ടിമേറ്റ്ലി നമുക്ക് എക്സ്ട്രാ പ്രോഫിറ്റ് തന്നെ കിട്ടും, വലിയൊരു നെഗറ്റീവിലേക്ക് പോകില്ല. ഇത് റിസ്ക് ആയിട്ട് വന്നപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മോശം പ്രൊഡക്റ്റും സർവീസും കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അത് ഭയങ്കര റിസ്ക്കാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആളുകൾ റീഫണ്ട് ചോദിക്കും, റീപ്ലേസ്മെൻറ്റ്, അങ്ങനെ എന്തൊക്കെ അവർക്ക് ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ ചെയ്യും. കണ്ടിന്യൂസ് ആയിട്ട് മോശം പ്രൊഡക്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് പ്രശ്നം. പിന്നെ അത് മാത്രം ഒന്നുമല്ല, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് ഓർഡറുകളോ കാര്യങ്ങളോ ഒന്നും കിട്ടൂല, അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ അത് നിങ്ങൾ മേക്ക് ഷുവർ ചെയ്യുക, അതായത് പ്രൊഡക്റ്റ് നല്ല ക്വാളിറ്റിയും സർവീസും നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നിങ്ങൾ കംപ്ലീറ്റ്ലി ആ പ്രൊഡക്റ്റിലും സർവീസിലും വിശ്വസിക്കേണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തുക, ശേഷം ഗ്യാരണ്ടി കൊടുക്കുക. അല്ലെങ്കിൽ ബാക്ക് ഫയർ ചെയ്യും. അതെല്ലാം പ്രൊഡക്റ്റെല്ലാം ഓക്കെ ആണെങ്കിൽ വളരെ സേഫാണ്, പേടിക്കേണ്ട കാര്യമില്ല. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു ക്ലോസിംഗ് ടെക്നിക്കാണ് ടെസ്റ്റിമോണിയൽസ്. അതായത് മുമ്പ് നമ്മളുടെ സർവീസ് എടുത്ത ആളുകളുടെ ടെസ്റ്റിമോണിയൽ, നമ്മളുടെ പ്രൊഡക്റ്റ് മുമ്പ് വാങ്ങിച്ച ആളുകളുടെ ടെസ്റ്റിമോണിയൽസ് നമ്മുടെ പുതിയ ആ എൻക്വയറി ചെയ്തിട്ടുള്ള ആ ലീഡ്, ആ പ്രോസ്പെക്റ്റുമായിട്ട് നമുക്ക് ഷെയർ ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെങ്ങനെ വർക്കാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ളവരും അത് വാങ്ങി എന്നറിയാൻ നേരത്തെ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. പെട്ടാൽ ഞാൻ മാത്രമല്ല പെടാം, എനിക്ക് മുമ്പ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട്, അപ്പോൾ അവരും കൂടി പെടേണ്ടതല്ലേ എന്നൊരു ചിന്ത കസ്റ്റമറുടെ മൈൻഡിൽ വരും. ഇത്രയും പേരെ പറ്റിച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥാപനത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ, അങ്ങനെ ഒരു ചിന്ത കസ്റ്റമറുടെ മൈൻഡിൽ വരും. ഞാനല്ല ആദ്യം ഇതിലേക്ക് ഇറങ്ങുന്നത്, മുമ്പ് ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ട്, അവർക്കെല്ലാം തന്നെ ഈ ഒരു പ്രൊഡക്റ്റിലും സർവീസിലും തൃപ്തിയുണ്ട്, അല്ലെങ്കിൽ ബഹുഭൂരിപക്ഷത്തിനും തൃപ്തിയുണ്ടെന്ന് പുതിയ കസ്റ്റമർ ആകാൻ പോകുന്ന ആളെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ ക്ലോസിങ് നടക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പം നമ്മളുടെ പേഴ്സണൽ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ പോലും, നമ്മളിപ്പോൾ ഓൺലൈനിൽ ഒരു സംഗതി പർച്ചേസ് ചെയ്യുകയെന്ന് വിചാരിക്കുക, നമ്മൾ പിക്ക് ചെയ്യുക നല്ല റിവ്യൂ ഉള്ള ഐറ്റംസ് ആയിരിക്കും. നമ്മൾ റിവ്യൂസൊക്കെ ഒന്ന് വായിച്ചു നോക്കും. പ്രത്യേകിച്ച് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമ്മൾ വാങ്ങിക്കണമെങ്കിൽ, ഈവൻ റിട്ടേൺ പോളിസിയൊക്കെ അവർ തന്നെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മൾ ആ റിവ്യൂസൊക്കെ ഒന്ന് വായിച്ചു നോക്കും. കാരണം എന്താ വെച്ചാൽ ഇത്രയും ആളുകൾ ഇതിനെപ്പറ്റി പോസിറ്റീവ് പറയാൻ നേരത്ത് തീർച്ചയായിട്ടും അത് നല്ല പ്രൊഡക്റ്റ് ആവാൻ സാധ്യതയുണ്ട് എന്നൊരു ഫീൽ വരും. നമ്മൾ പുറത്ത് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു റോഡ് സൈഡിൽ ഒരു 3 പേര് ചെറിയ എന്തെങ്കിലും ഒരു കച്ചവടം നടക്കുകയാണ്, അവിടെ ഒരു 3-4 പേര് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-ാമത്തെ ആൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും, 6 പിന്നെയും വരും, 7 വരും, 8 വരും.
പിന്നെ ഒരാവശ്യമില്ല, ധൃതി പിടിച്ച് പോണ ആൾ പോലും വണ്ടി ഒരു സൈഡിൽ ഒതുക്കി വെച്ചിട്ട് അയാളും വന്ന് നോക്കും ഇവിടെ എന്താ നടക്കണേന്നുള്ളത്. അത് ഒരു കോമൺ ആയിട്ടുള്ളൊരു ആളുകളുടെ ഒരു ബിഹേവിയർ അങ്ങനെയാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് എക്സ്പ്ലനേഷനൊന്നും പറയാനില്ല. അതങ്ങനെയാണ്. ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഫ്രണ്ടിലോട്ട് പൊക്കൂടെ. അവിടെ എന്തെങ്കിലും ആക്സിഡൻ്റ് ആണോ, എന്തെങ്കിലും വില കൂടി ഒന്നുമില്ലായിരിക്കും. നമ്മൾ ചെന്ന് നോക്കാൻ നേരത്ത് ഒരു കെട്ട് ചീരയോ പയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എല്ലാവരും കൂടിയോണ്ട് കുറേ പേര് കൂടി. അതായത് മറ്റുള്ളവരും ഇതിലേക്ക് ഇറങ്ങുന്നുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കും കൂടി ഇറങ്ങാൻ ഒരു ടെൻഡൻസി വരും. ഇതൊരു കോമൺ ഹ്യൂമൻ നേച്ചറാണ്. അതിനെ നമ്മൾ ലെവറേജ് ചെയ്യുക ബിസിനസ് ചെയ്യാൻ നേരത്ത് ക്ലോസിങ്ങിൻ്റെ ടൈമിൽ. അതെങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റിമോണിയൽസും കാര്യങ്ങളും കൊടുത്തിട്ട് ചെയ്യാനായിട്ട് പറ്റും. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമറെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രൊഡക്റ്റിനും സർവീസിനും വേണ്ടിയിട്ട്. അങ്ങനെ കണ്ടെത്തിയ കസ്റ്റമേഴ്സിലെ ബഹുഭൂരിപക്ഷത്തിനെയും ക്ലോസ് ചെയ്യുക, പേയിങ് കസ്റ്റമർ ആക്കി മാറ്റുക എന്നുള്ളതാണ്. മാർക്കറ്റിങ്ങും സെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് നോക്കാം. അപ്പോൾ തന്നെ ഒരു ബിസിനസ് തരക്കേടില്ലാത്ത മറ്റു കാര്യങ്ങളെല്ലാം നമുക്ക് അതിന് ശേഷം വറി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പ്രൊഡക്റ്റ് നിങ്ങൾ എവിടെ നിന്ന് എടുക്കുന്നു, സർവീസ് നിങ്ങൾ ഏത് ടീമിൻ്റെ എടുക്കുന്നു, അതിലൊന്നും അല്ല കാര്യം. ഇതെത്ര പേർക്ക് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുമെന്നുള്ളതിലാണ് മെയിനായിട്ടുള്ള കാര്യം. മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും ക്വാളിറ്റി കസ്റ്റമർ അറിയുന്നത് ഇനീഷ്യൽ പർച്ചേസിന് ശേഷമാണ്. പക്ഷേ ആ ഫസ്റ്റ് പർച്ചേസ് കിട്ടാൻ നിങ്ങളെ സഹായിക്കുന്നത് പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി അല്ല, മറിച്ച് മാർക്കറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയാണ്. നിങ്ങളതെങ്ങനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു എന്നതനുസരിച്ചിരിക്കും. നിങ്ങൾക്ക് ഓൺലൈനിൽ സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തിയിട്ട് മാർക്കറ്റിംഗ് ചെയ്യാനും കസ്റ്റമറെ കണ്ടെത്താനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. താഴെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.